ഹലോ മൈ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു വിധി തന്നെയാണ്. കാരണം ISL കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷത്തെ ഗോളിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് നടന്ന ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള MBSG നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ സ്കോർ ലൈൻ നോക്കുമ്പോൾ 3-2 തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നതും. മത്സരത്തിന്റെ 95-ാം മിനിറ്റിലെ ആൽബർട്ടയുടെ ഒരു ലോങ് റേഞ്ചർ തകർപ്പൻ ഗോളിലൂടെയാണ് MBSG വിജയം സ്വന്തമാക്കിയത്. ഏതായാലും മത്സരത്തിലേക്ക് തന്നെ വരാം. 33-ാം മിനിറ്റിൽ അനായാസം സേവ് ചെയ്യുമെന്ന് തോന്നിച്ച ഒരു ക്രോസ് സച്ചിൻ കയ്യിൽ ഒതുക്കാതെ പോയതോടുകൂടിയാണ് MBSG തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. സച്ചിൻ തട്ടിയിട്ട ആ ഒരു പന്ത് നേരെ മക്ലറിന്റെ കാലുകളിലേക്ക് ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിൽ മക്ലറിനെ പന്തെത്തിച്ചുകൊണ്ട് MBSGക്ക് ലീഡ് സമ്മാനിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ 1-0 എന്ന നിലയിലാണ് കഴിഞ്ഞത്. രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുന്നൊരു കാഴ്ച. 52-ാം മിനിറ്റിൽ മോഹൻ ബഗാൻ ഡിഫൻസിലെ പിഴവ് മുതലെടുത്തുകൊണ്ട് ഹീസസ് ഹിമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിനായി സമനില ഗോൾ കണ്ടെത്തുന്നു. അതെ, പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ടിൽ നിന്നാണ് ഹീസസ് അതിമനോഹരമായി കൊണ്ട് MBSGക്ക് മേൽ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മനോഹര കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നോഹ 2 തവണ ഗോളിന് വളരെ അടുത്തെത്തുകയും ചെയ്തു. പക്ഷേ കളിയുടെ 77-ാം മിനിറ്റിൽ ആൻഡ്രിയ ലൂണയുടെ ഒരു സെറ്റ് പീസ് കൈത്തിന്റെ കൈകളിൽ നിന്ന് വഴുതി താഴേക്ക് വീഴുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ മിലോസ് ഡെൻസിച്ച് കൃത്യമായി തന്നെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിൽ. അതെ, MBSGയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കിയ നിമിഷമായിരുന്നു അത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഏറെ ആഗ്രഹിച്ച സന്തോഷിച്ച ഒരു സമയവും. പക്ഷേ ലീഡ് അധികമൊന്നും നീണ്ടിരുന്നില്ല. മത്സരത്തിന്റെ 86-ാം മിനിറ്റിൽ കമ്മിങ്സിലൂടെ മോഹൻ ബഗാൻ സമനില ഗോൾ കണ്ടെത്തുകയായിരുന്നു. ആഷിഖ് കുരുണിയൻ ഇടത് വിങ്ങിൽ നിന്ന് നടത്തിയ ഒരു മനോഹര നീക്കമാണ് ഗോൾ അവസരമായി മാറിയതും. അങ്ങനെ സ്കോർ 2-2 എന്ന നിലയിൽ. അതെ, സമനിലയിലെങ്കിലും ഈ ഒരു മത്സരം അവസാനിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീടുള്ള സമയങ്ങൾ നീങ്ങിയെങ്കിൽ കൂടി MBSG വീണ്ടും തിരിച്ചടിക്കുന്ന കാഴ്ച. 95-ാം മിനിറ്റിൽ മോഹൻ ബഗാൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ആൽബർട്ടോ ആ ഒരു വിജയ ഗോൾ കണ്ടെത്തുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നു അത്. സ്കോർ 3-2 എന്ന നിലയിൽ. ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് തോന്നിയ സമയം, പിന്നീട് സമനിലയിലെങ്കിലും മത്സരം അവസാനിപ്പിക്കാമെന്ന് തോന്നിയ സമയം. പക്ഷേ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഈ ഒരു തോൽവിയും വഴങ്ങിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് 11 പോയിന്റ് മാത്രമായി 10-ാം സ്ഥാനത്ത് തന്നെ ISL പോയിന്റ് ടേബിളിൽ പരിതാപകരമായ നിലയിൽ തുടരുകയാണ്. MBSG ആവട്ടെ 26 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. ഈ ഒരു കളിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നത്തിങ് മോർ ടു സേ. യെസ്, ദ പ്ലേയേഴ്സ് ഗേവ് ദെയർ ഓൾ. കളിക്കാരൊക്കെ അവരുടെ മാക്സിമം നൽകിയിട്ടുണ്ട്. ദ കോച്ച് ഡിഡ് വാട്ട് ഹി കുഡ്. കോച്ചിന് കഴിയാവുന്നതൊക്കെ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ബട്ട് വൺ ഡിഫറൻസ്, MBSG ഈസ് എ ചാമ്പ്യൻ ക്ലബ് വിത്ത് ചാമ്പ്യൻ മെന്റാലിറ്റി. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇല്ലാതെ പോയിരിക്കുന്നതും. ഏതായാലും ഒരു മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റെഹ്റ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. ഫ്രം എഫേർട്സ്, ഫ്രം സ്ട്രക്ചർ, പെർസ്പെക്റ്റീവ്, വി പ്ലേഡ് വെൽ. അതെ, കോച്ച് പറഞ്ഞത് തന്നെയാണ് ശരി. കളിക്കാർ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നൽകിയിട്ടുണ്ട്. പക്ഷേ സച്ചിൻ സുരേഷിൽ നിന്നും വന്ന ചില പിഴവുകളും ഈ ഒരു മത്സരത്തെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തോന്നൽ തന്നെയാണ് ഉണ്ടായതും.